ഹായ് ഫ്രണ്ട്സ്, RRBJE സ്റ്റഡി വ്ലോഗിൻ്റെ ഡേ 10 ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം മാത്സ് അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എടുക്കാതെ ഫിസിക്സ് എടുത്താലോ എന്നുള്ള ആലോചനയിലാണ്. കാരണം 2 ദിവസം കൊണ്ട് മാത്സ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അത് ഓൾറെഡി ഒരു ചാപ്റ്റർ പഠിച്ച് നിർത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫിസിക്സ് എടുക്കാമെന്ന് വിചാരിച്ചു. ഫിസിക്സ് നമ്മളന്ന് കുറേയൊക്കെ നോക്കി ഒരു 3-4 ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞ് വെച്ചേക്കുവാണല്ലോ. അപ്പോൾ ഇനിയുള്ള പോർഷൻസ് കുറച്ച് മെല്ലെ നീക്കി തുടങ്ങിയാലോ എന്നുള്ള ആലോചന. അങ്ങനെ ഞാനതെടുത്ത്. അങ്ങനെ നമ്മൾ ഇൻവെൻഷൻസ്, ഡിസ്കവറീസ് ആൻഡ് യൂണിറ്റ്സ് തീർന്നായിരുന്നു, മോഷൻ തീർന്നു, ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ തീർന്നു, വർക്ക് എനർജി പവർ, ഗ്രാവിറ്റേഷൻ, ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ വരെ തീർത്ത് വെച്ചേക്കുക. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഫ്ലോട്ടേഷൻ, വിസ്കോസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ആക്ച്വലി സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ നോക്കുകയാണെങ്കിൽ FM-ൻ്റെ അണ്ടറിലാണ് ഈ ഒരു പോർഷൻസ് വരുന്നത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ല, പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരുമെന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഫ്ലോട്ടേഷൻ എന്നുള്ളൊരു ചാപ്റ്റർ എടുത്തു. അപ്പോൾ ഫ്ലോട്ടേഷൻ എടുത്ത് ഇങ്ങനെ നോക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്താണ് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല അല്ലേ? ഫിസിക്സ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കത്തില്ല. കാരണം എന്താ, ഒരു മടുപ്പ് തോന്നും, അല്ലെങ്കിൽ നമ്മൾ മറന്നു. അതുകൊണ്ട് കുറച്ച് ഡെയിലി പോർഷൻസ് എടുക്കുന്ന സമയത്ത് കുറച്ചായിട്ട് പഠിക്കാണ്. അങ്ങനെ കുറച്ച് നേരം കുറച്ച് ഇൻവെൻഷൻസും അതിൻ്റെ ഇൻവെൻറ്റേഴ്സും ഒക്കെ പഠിച്ചതിന് ശേഷം ഞാൻ അടുത്ത ഫ്ലോട്ടേഷൻ എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആലോചിച്ചത് നിങ്ങൾക്കൊരു പുതിയൊരു അറിവ് ഷെയർ ചെയ്താലോ എന്ന്. ദിവസവും ഒരു അറിവും ഒരു ക്വസ്റ്റ്യനാണല്ലോ. അപ്പോൾ പുതിയ അറിവ്, അതായത് ഇന്നത്തെ അറിവ് എന്താണെന്ന് വെച്ചാൽ യാർഡും ഫൂട്ടും ഇഞ്ചും തമ്മിലുള്ളൊരു കണക്ഷൻ വെച്ച് അത് പഠിക്കാനുള്ളൊരു ട്രിക്ക്. ഒരു യാർഡ് എന്ന് പറയുന്നത് 0.91 മീറ്ററാണ്. ആ യാർഡിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 0.3 മീറ്റർ. അതാണ് ഒരു ഫൂട്ട്. ഈ ഫൂട്ടിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.54 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അതാണ് 1 ഇഞ്ച്. അതായത് ഒരു യാർഡ് 0.91 മീറ്റർ ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫൂട്ട് കിട്ടുന്നു 0.3 മീറ്റർ. ഇനി ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കിട്ടുന്നു 2.54 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ തിരിച്ചും പറയാം. 12 ഇഞ്ചാണ് ഒരു ഫൂട്ട്, 3 ഫീറ്റ് എന്ന് പറയുന്നത് ഒരു യാർഡ്. അപ്പോൾ 12 ഇഞ്ച് എന്ന് പറയുന്ന ഒരു ഫൂട്ടും 3 ഫീറ്റ് എന്ന് പറയുന്ന ഒരു യാർഡും. അങ്ങനെ ഇഞ്ച്, ഫൂട്ട്, യാർഡ് തമ്മിലുള്ളൊരു ബന്ധം നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് മറന്നു പോയാലും ഈ 3 ആൾക്കാരെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. കാരണം ഈ ഒരു എക്സാമിന് മിക്കവാറുള്ള എക്സാംസിന് കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ്, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യൂണിറ്റ് കൺവേർഷനൊക്കെ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ യൂണിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സംഭവം മനസ്സിലാകുന്നത്. അപ്പോൾ ഇനി ഒരിക്കലും മറക്കില്ല എന്ന് വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ച് 1 ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ ആണെന്ന് അറിയാത്ത ആൾക്കാർ ചുരുക്കം മാത്രമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ബാക്കി നോക്കിയാൽ മതിയല്ലോ. 12 ഇഞ്ച് ഒരു ഫൂട്ട്, 3 ഫീറ്റ് എന്ന് പറയുന്നത് 1 യാർഡ്, 1 ഇഞ്ച് 2.54 സെൻറ്റിമീറ്റർ, 1 ഫൂട്ട് എന്ന് പറയുന്നത് 0.3 മീറ്റർ, 1 യാർഡ് എന്ന് പറയുന്നത് 0.91 മീറ്റർ. അങ്ങനെ അതിനുശേഷം ഞാൻ വീണ്ടും ഫ്ലോട്ടേഷൻ എടുത്തു. ഫ്ലോട്ടേഷനിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫ്ലോട്ടേഷൻ എന്താ, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, ദെൻ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയുന്നുണ്ട്, സർഫസ് ടെൻഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു വേർഡ് കേൾക്കുമ്പോഴേ കുഞ്ഞിലേ തൊട്ട് കേൾക്കുന്ന ഒരു വേർഡാണല്ലോ. റെയിൻ ഡ്രോപ്പിൻ്റെ ഷേപ്പ് എന്താ, ഒരു പർട്ടിക്കുലർ ഷേപ്പ് വരാൻ കാരണം എന്താണെന്നുള്ളത് സർഫസ് ടെൻഷൻ്റെ റീസൺ വെച്ചിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ദെൻ അത് പഠിക്കുമ്പോൾ വരുന്നതാണ് അഡ്ഹസീവ് ഫോഴ്സും കോഹസീവ് ഫോഴ്സും. അത് പഠിക്കാനൊരു എളുപ്പ വഴി എന്ന് വെച്ചാൽ കോഹസീവ് ഫോഴ്സ് എന്ന് വെച്ചാൽ കോർഡിനേഷൻ എന്ന് ആലോചിച്ചാൽ മതി. സെയിം മോളിക്യൂൾസ് ഓഫ് സെയിം സബ്സ്റ്റൻസ് തമ്മിലുള്ള അട്രാക്ഷനെ പറയുന്നതാണ് കോഹസീവ് ഫോഴ്സ്. അഡ്ഹസീവ് ഫോഴ്സ് അനദർ. അപ്പോൾ ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയാം. പിന്നെ അതിനകത്ത് വേറെ വരുന്നതാണ് കാപ്പിലാരിറ്റി വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്, കാപ്പിലറി ആക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, ഫ്ലോ ഓഫ് ലിക്വിഡിലെ സ്ട്രീം ലൈൻഡ് ഫ്ലോയിനെ കുറിച്ച് പറയുന്നുണ്ട്, വിസ്കസിറ്റി പഠിക്കാനുണ്ട്, സ്റ്റോക്സ് ലോ ഉണ്ട്, റെനോൾഡ്സ് നമ്പർ ഉണ്ട്, ബെർണോളിസ് തിയറം ഉണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ ഏകദേശം കുറേ സമയം ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്തായിരുന്നു. കാരണം 2 എക്സാംസിനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ. മറ്റേത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എക്സാംസിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പോലും സിവിലിൻ്റെ എക്സാമിന് ആവശ്യമില്ലാത്ത കാര്യമായിരുന്നു ആ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ 2നും ആവശ്യമുള്ളതാണ്. അങ്ങനെ അത് കുറേ നേരം ഇരുന്ന് നോക്കി. അതിനുശേഷം ഞാൻ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ നമ്പർ സിസ്റ്റം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്പർ സിസ്റ്റത്തിലെ
ബാക്കി നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ നോട്ട്സ് എല്ലാം ഞാൻ ഒന്നുകൂടെ ടൈം എടുത്ത് പഠിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോഴേ ഞാൻ ആലോചിച്ചത് ഇന്നലത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞില്ലല്ലോ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ എന്തുമായിരുന്നു? ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എത്രയാണുള്ളത്. അപ്പോൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n² ആണ്. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് n² ആണ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കാണാനുള്ള ഇക്വേഷൻ n² എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്. എന്നിട്ട് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ റെനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ. പല ടേംസ് റിലേറ്റഡ് ആയിട്ട് റെനോൾഡ്സ് നമ്പറിന് പല പല ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡും സ്പീഡും അതുപോലെ തന്നെ പൈപ്പിൻ്റെ ഡയമെൻഷനും വിസ്കോസിറ്റി ഓഫ് ഫ്ലൂയിഡും, ഈ 4 ടേംസ് റിലേറ്റ് ചെയ്തുകൊണ്ട് വരുന്ന റെനോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ. ഒന്നുകൂടെ പറയാം, ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ്, സ്പീഡ്, പിന്നെ ഡയമെൻഷൻ ഓഫ് പൈപ്പ്, വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ഈ 4 ടേംസ് റിലേറ്റ് ചെയ്തുകൊണ്ട് റെനോൾഡ്സ് നമ്പറിന് വരുന്ന ഇക്വേഷൻ എന്താണ്? ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, ഇല്ലാത്തവർ പോയി പഠിച്ചിട്ട് കമൻറ്റ് ചെയ്യുക, ഇല്ലാത്തവർ ഗൂഗിൾ ചെയ്യുക. അതുമല്ല എന്നുണ്ടെങ്കിൽ നാളത്തെ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. സോ താങ്ക് യു, ബൈ.